ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ആ സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, പിന്നെ ഞാൻ ബിരിയാണീനെയൊക്കെ അങ്ങ് മാറ്റി വെക്കും. കുഞ്ഞുനാളിൽ എൻ്റെ വായിൽ കയറി കൂടിയ ഒരു ടേസ്റ്റാണത്. സ്കൂളിൽ കൊണ്ടുപോകാൻ കക്കയിറച്ചി ഉണ്ടെങ്കിലല്ലേ അന്ന് മറ്റേ രാജവെമ്പാലം നിൽക്കണ പോലെ ഇങ്ങനെ നിൽക്കും. എനിക്കിന്ന് കക്കയിറച്ചിയായിരുന്നൊക്കെ പറയും. ഇങ്ങനെ ഫ്രൈ ആയി ഇങ്ങനെ ഒരു ബ്ലാക്ക് കളറിലൊന്നും എവിടെ എനിക്ക് കിട്ടിയിട്ടില്ല. ഇങ്ങനെ ടേസ്റ്റി ആയിട്ട് കഴിക്കണമെങ്കിൽ നമ്മുടെ തന്നെ മെനക്കെടണം. കക്കയിറച്ചി കഴിച്ചിട്ടുണ്ടോ? 62 വയസ്സ് വരെ ജീവിച്ച ഒരാൾക്ക് ഇന്നാണ് ഞാൻ എൻ്റെ കൈകൊണ്ട് കക്കയിറച്ചി കൊടുക്കാൻ പോവാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. മഞ്ജൂസ് കിച്ചൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഞാൻ പരമ സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ വീട് ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. ഇത് വേറെ വീടാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള എന്താണെന്നറിയാമോ? ബിരിയാണി. നല്ല നല്ല ദം ബിരിയാണി കിട്ടിയാൽ എനിക്ക് പിന്നെ വേറൊന്നും വേണ്ട. പ്രത്യേകിച്ച് മട്ടൻ ബിരിയാണി. അതല്ലെങ്കിൽ പിന്നെ സെക്കൻഡ് ഓപ്ഷൻ മന്തി. ഇതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ. പക്ഷേ നമ്മളൊരു റെസ്റ്റോറൻറ്റിലേക്ക് കയറിയിട്ട് അവർ പറയുകയാണ് വേറൊരു സാധനം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ആ സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, പിന്നെ ഞാൻ ബിരിയാണീനെയൊക്കെ അങ്ങ് മാറ്റി വെക്കും. എന്നിട്ട് ഒരിച്ചിരി ചോറും ഈ പറയുന്ന സാധനവും കൂടിയിട്ട് അങ്ങ് കുഴച്ചങ്ങ് തിന്നും. അതിൻ്റെ ടേസ്റ്റിനെ വെല്ലാൻ ഞാൻ എൻ്റെ ഈ 40 വയസ്സിനിടയ്ക്ക് ഞാൻ വേറെ കറി കണ്ടിട്ടില്ല. അത്ര എൻ്റെ കുഞ്ഞുനാളിൽ എൻ്റെ വായിൽ കയറി കൂടിയ ഒരു ടേസ്റ്റാണത്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമോയെന്ന് അറിയില്ല, പക്ഷേ മസ്റ്റ് ട്രൈ ആണ്. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് പോലെ തന്നെ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്ത് സാധനമാണെന്ന് വെച്ചാൽ ഇതാ കക്കയിറച്ചി. ഇത് കുറച്ച് വലിയ കക്കയിറച്ചിയാണ്. ആക്ച്വലി ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള സൈസ് ഇതാണ്. ഈ സൈസിലുള്ള കക്കയിറച്ചിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നല്ല ഫ്രൈ ആയിട്ട് കിലാന്നിരിക്കുന്ന കറുത്ത കക്കയിറച്ചിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെ ചോറ് കഴിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഒരു പറ ചോറുണ്ണും. അപ്പോൾ ചോദിക്കും എന്തിനാ ഒരു പറ ചോറുണ്ണണമെന്ന്? ഒരു കാര്യമില്ല. അപ്പോൾ നമുക്ക് ആദ്യം കക്കയിറച്ചി വേവിച്ച് മാറ്റണം. അതാണ് ആദ്യം ചെയ്യാൻ പോകുന്നത് കേട്ടോ. തീ കത്തിക്കുന്നതിന് മുമ്പ് കഴുകി വൃത്തിയാക്കി. കക്കയിറച്ചി വൃത്തിയാക്കാൻ അറിയാമല്ലോ അല്ലേ? ഇതിൻ്റെ ഉള്ളിൽ ഒരു കറുത്ത ചെളിയല്ല. ചിലർ പറയും കാൽസ്യമാണെന്ന് പറയും, ചിലർ പറയും ചെളിയാണെന്ന് പറയും. എന്തായാലും ആ സാധനം എനിക്കിഷ്ടമല്ല. അത് ഇങ്ങനെ കക്കയിറച്ചീനെ എടുത്തിട്ട് ഇതിനൊരു ചിറകുണ്ട്. ചിലർക്ക് ഇത് നന്നാക്കാൻ അറിയില്ല. അതേ ഇവിടെ ഒരു ചിറകുണ്ട്. കാണിച്ചു തരാവേ. ഇങ്ങനെയാണ് കക്കയിറച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഈ സൈഡിലൊരു കുഞ്ഞു ചിറകുണ്ട്. ആ ചിറക് നമ്മുടെ റൈറ്റ് സൈഡിൽ വരണം, കൈയുടെ റൈറ്റ് ഹാൻഡിൻ്റെ അവിടെ വരണം. എന്നിട്ട് ഇതിൻ്റെ ഈ സൈഡും ഇങ്ങനെ പിടിച്ചിട്ട് മെല്ലെ പിതുക്കോന്ന് പറഞ്ഞൊരു കുഞ്ഞു നിൽക്ക്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ കറുത്ത സാധനം പുറത്തേക്ക് വരും. അത് എടുത്ത് കളഞ്ഞിട്ട് അതിങ്ങനെ ഓരോന്നായിട്ട് ഇച്ചിരി പണിപ്പെട്ട പണിയാണ്, പക്ഷേ ടേസ്റ്റ് ഗംഭീരമാണ്. അപ്പോൾ ഇതേപോലെ ഞാൻ ഓരോന്ന് എൻ്റെ കൈ കൊണ്ട് എടുത്ത് 1 കിലോ കക്കയിറച്ചിയാണിത്. ഇത് കഴുകി വൃത്തിയാക്കി നല്ലോണം അലമ്പി കഴുകണം. കാരണം ഇതിനകത്ത് മണ്ണിരിക്കാനുള്ള, ഇത് ചെളിയിൽ കിടക്കുന്ന സാധനമല്ലേ, അപ്പോൾ മണ്ണിരിക്കും. അപ്പോൾ നല്ലോണം അലമ്പി കഴുകി വാരി 4-5 ആവർത്തി കഴുകി വെള്ളം നല്ലോണം തെളിയും. അതുവരെ കഴുകണം കേട്ടോ. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കക്കയിറച്ചിയാണ്. അത് ഞാൻ ചട്ടിയിലോട്ട് ഇടുക കേട്ടോ. ഇനി ഇതിലേക്ക് ഇഞ്ചി, ഒരു വലിയ കഷ്ണം ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാതി ഞാനിപ്പോൾ വേവിക്കാൻ നിർത്തിയത്. അതുപോലെ ഒരു 3 ഉണ്ട വെളുത്തുള്ളിയാണ്, അതും ചതച്ചതാണ്. അതിൻ്റെയും പകുതിയിട്ട് പച്ചമുളക്, ഒരു 6 പച്ചമുളകുണ്ട്, മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില. ഇത്രയും സാധനങ്ങൾ മാത്രം ഇട്ട് നമ്മളിതിനെ വേവിക്കാൻ പോവാണ് കേട്ടോ. ഒരു ലേശം വെള്ളം, കുറച്ച് വെള്ളം, ഒരു 1/4 ഗ്ലാസ് അല്ലെങ്കിൽ മാക്സിമം 1/2 ഗ്ലാസ് വെള്ളം മതി. കക്കയിറച്ചി ഒരുപാട് വേവുള്ള സംഗതി ഒന്നുമില്ല, പിന്നെ അതിന് ഓൾറെഡി കുറച്ച് വെള്ളം ഉണ്ടാവും. അതുകൊണ്ട് ലേശം വെള്ളം ഒഴിച്ചു നമുക്കിനി ഇതിനെ തീ കത്തിക്കാം. അപ്പോൾ ഇതൊന്ന് ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ കക്കയിറച്ചി വേവും കേട്ടോ. അപ്പോൾ ഒന്ന് വേകട്ടെ കേട്ടോ. അപ്പോൾ നമ്മളിത് വെച്ചിട്ടൊരു 5 മിനിറ്റായേ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ വെള്ളം കണ്ട? ഒരു ലേശം, ഒരു 1/4 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും വെള്ളം വന്നു കണ്ടോ.
അപ്പോൾ അതായത് ഇത് വെള്ളം ഒഴിക്കുന്നത് സൂക്ഷിച്ചൊഴിക്കണം. ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ കൂടുതൽ നിങ്ങൾ ഒഴിക്കരുത്. കാരണം പിന്നെ ഇത് വെള്ളം പറ്റി കിട്ടാൻ ഭയങ്കര പാടായിരിക്കും കേട്ടോ. അപ്പോൾ ഇച്ചിരിയും കൂടി ആ വെള്ളവും കൂടി ഒന്ന് പറ്റി സെറ്റ് ആകുമ്പോഴത്തേനും കക്കയിറച്ചി വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇത് തുറന്ന് വെച്ച് അങ്ങ് പറ്റിക്കാം കേട്ടോ. നമുക്ക് വെള്ളമൊക്കെ പറ്റി വരട്ടെ. നമ്മുടെ കക്കയിറച്ചിയുടെ വെള്ളം എല്ലാം പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മാറ്റി വയ്ക്കാം. ഇവിടെ വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്യാനുള്ളൊരു പാൻ എടുത്ത് വയ്ക്കാം. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കേണ്ടത്. വേറെ ഒരു ഓയിലും ഇതിന് ചേരില്ല. അടുത്തത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തത് അതിൻ്റെ പകുതി ഇതിനകത്തിട്ട് പകുതി ഇതായിപ്പോൾ ഞാൻ ഇതിലേക്ക് ഇടാൻ പോകണം. അടുത്തത് വെളുത്തുള്ളി, കറിവേപ്പില, അതൊന്നിട്ട് കഴിയുമ്പോഴത്തേനും നമ്മൾ ഒരു പിടി ചുവന്നുള്ളി ഒരുപാട് ചെറുതാക്കൊന്നും വേണ്ട. 2 സവാള, ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് സവാള അധികം വേണമെങ്കിൽ സവാള അധികം ചേർക്കാം, നോ പ്രോബ്ലം. നമ്മൾ കക്കയിറച്ചിക്ക് ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ട്, പക്ഷേ ഇതിന് ഇച്ചിരി ഉപ്പ് വേണം. അപ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടണം. ഇത്രയും മതി. ഇത്ര ആവാൻ പാടുള്ളേ. ഇതിൽ കൂടുതൽ മൊരിയണ്ട. തീ കുറച്ച് വയ്ക്കാം. തീ കുറച്ച് വെച്ചിട്ട് ആദ്യം ഗരം മസാല, മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. എന്നാലും ലേശം പേരിന് ഇച്ചിരി മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ടും വേണ്ടത് കുരുമുളക് പൊടി. 1 സ്പൂൺ, ഒരുപാട് വേണ്ട, 1 സ്പൂൺ മല്ലിപ്പൊടി, ലേശം മുളക് പൊടി. മുളക് പൊടി ഓപ്ഷണലാണ്, വേണമെന്നില്ല. അപ്പോൾ നമ്മൾ ഈ പാകത്തിനായിട്ടുണ്ട്. സവോളയും പൊടികളെല്ലാം കൂടി മിക്സ് ചെയ്ത് ഈ പാകത്തിനായിട്ടുണ്ട്. ഇനിയാണ് ഇതിനകത്ത് പണികൾ. ഇതിൽ കൂടുതൽ മൂക്കരുത്. ഇനി മൂക്കുന്നത് ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് കിടന്നങ്ങ് മൂത്തോളൂ. കക്കയിറച്ചി മൊരിഞ്ഞു തുടങ്ങുമ്പോൾ എങ്ങനെ അറിയാൻ പറ്റുമെന്നറിയോ? ഇത് പൊട്ടിത്തെറിക്കും. ടപ്പോന്ന് പൊട്ടും. പൊട്ടാനുള്ള ടെൻഡൻസി കുറച്ച് കൂടുതലുള്ള ആൾക്കാരാണ്, ചില മനുഷ്യരെ പോലെ. ചിലർ പെട്ടെന്ന് പൊട്ടിത്തെറിക്കില്ലേ? അതിനൊക്കെ ഞാൻ ക്ഷമയുടെ പര്യായം. ഇത്രയും മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉപ്പും എരിവൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. ഇത് കുരുമുളക് പൊടിയുടെ സ്വാദാണ് ഇതിന് വേണ്ടത്. ഇപ്പോൾ തൽക്കാലം എരിവൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒന്നും ചെയ്യണ്ട, എണ്ണ വേണം. ഇതിങ്ങനെ ഇനി പാത്രത്തിൽ നിരത്തിയിട്ട്, അടച്ചൊന്നും വെക്കരുത്, നിരത്തിയിട്ട് നമ്മളിങ്ങനെ ചിക്കി എടുക്കണം. ആവട്ടെ. അപ്പോൾ ഒരു 10 മിനിറ്റോളം നമ്മളിങ്ങനെ ഒരു ചെറിയ തീയിൽ വെച്ചത് ഇങ്ങനെ വെച്ചിട്ട് നേരെ നിരത്തിയിടും. എന്നിട്ട് വീണ്ടും ഇളക്കും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇട്ട് പഴാന്ന് കുഴയ്ക്കരുത്, കുഴഞ്ഞു പോകും. പിന്നെ അത് മുരിഞ്ഞ് കിട്ടാനൊക്കെ പാടാം. അപ്പോൾ അതിനെ വേദനിപ്പിക്കാതെ ഇങ്ങനെ പിടിപ്പിച്ച് ഇങ്ങനെയൊക്കെ വേണം അതിനൊന്ന് ഇളക്കിയിടാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇത് ഈ പരുവായിട്ടുണ്ട്. ഇത്രയും സമയം കൂടി ഇനി ഇരിക്കേണ്ടി വരും. അപ്പോഴേ അത് നമ്മളിട്ട സവാളയൊക്കെ ഇപ്പോൾ നല്ലോണം വാടി വന്നു. സവാളയും ഇതും എല്ലാം കൂടി ഒരുമിച്ച് കിടന്നാണ് ഫ്രൈ ആവേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും ഫ്രൈ ആയി വന്നു കഴിഞ്ഞു കേട്ടോ. ഇനിയും ഫ്രൈ ആവണേ, കുറച്ചും കൂടി ഫ്രൈ ആവണം. പിന്നെ ഇപ്പം നിങ്ങൾക്ക്
ചിലർക്ക് ഇനിയിപ്പോൾ ഇത് ഇത്രയും 1 കിലോ ഒക്കെ മേടിച്ചിത് നന്നാക്കി എടുക്കാൻ ഭയങ്കര പാടാണെന്നുള്ളവർ അത് ആ കറുത്ത സാധനം കാൽസ്യം എന്ന് പറയും, ചെളി എന്നൊക്കെ പറയുന്നുണ്ട്, എനിക്കറിയില്ല അതെന്ത് സാധനമാണ് കൃത്യമെന്ന്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മൾ നന്നാക്കി എടുത്ത പോലെ നന്നാക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഞാൻ ആദ്യം കാണിച്ചു തന്നില്ലേ, അതിലും ചെറിയ കക്കയിറച്ചി കിട്ടും, അതേ മേടിക്കാൻ പാടും. ഇത്രയും വലിയ കക്കയിറച്ചിയിൽ അതൊക്കെ കുത്തിക്കളയാതെ ചെയ്ത വേറൊരു ടേസ്റ്റ് വരും അതിന്. അപ്പോൾ നമ്മുടെ കക്കയിറച്ചി നല്ല കറുത്ത് വരുവാണേ. ഇച്ചിരി നേരം നമുക്കിതിനെ നിരത്തി വെക്കാം, തീ കുറച്ച് വെക്കണം. ഈ സമയമൊക്കെ ആകുമ്പോൾ തീ കുറച്ച് വെച്ചില്ലെങ്കിൽ എന്ത് പറ്റും, കരിഞ്ഞു പോവും. അപ്പോൾ തീ കുറച്ച് വെക്കാം. പിള്ളേർക്കൊക്കെ ചോറിൻ്റെ പൊന്നെ, എനിക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാൻ കക്കയിറച്ചി ഉണ്ടെങ്കിലല്ലേ അന്ന് മറ്റേ രാജവെമ്പാലം നിൽക്കണ പോലെ ഇങ്ങനെ നിൽക്കും. ഉച്ചയൊക്കെ ആകുമ്പോൾ എനിക്കിന്ന് കക്കയിറച്ചിയാണെന്നൊക്കെ പറയും. പിന്നെ താളുകറിയുടെ കമൻസൊക്കെ വായിച്ചിട്ടാണ് ഞാൻ താളുകറിയുടെ ഞാൻ ചോദിച്ചായിരുന്നത്. അപ്പം തിളയ്ക്കുന്നതിന് മുമ്പ് മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ ആരോ ചോദിച്ചിട്ടുണ്ട്, തിളച്ചാൽ എന്താ കുഴപ്പം എന്ന്. തിളച്ചാൽ കറി കഴിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിൻ്റെ ആ കൺസിസ്റ്റൻസിയിലൊക്കെ വ്യത്യാസം വരും. തേങ്ങ മുളക് പൊടിയൊന്നും ഇട്ട് അരയ്ക്കാത്ത തേങ്ങ തിളച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തേങ്ങ പാല് തിളപ്പിച്ച് ഇങ്ങനെ പിരിഞ്ഞു പോകില്ലേ, അതുപോലെ ആയിപ്പോവും. അതായത് വെള്ളവും തേങ്ങയും മാറി കിടക്കും. അപ്പോൾ ആ കറിക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ടാണ് തിളച്ച് പോകരുതെന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? 2 കാര്യങ്ങളാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഞാൻ നിങ്ങളുടെ കമൻസ് വായിക്കുന്ന ഒരുത്തിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. 2, ഒന്നും അറിയാതെ അല്ല ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. തേങ്ങ തിളച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് മനസ്സിലായില്ലേ? അതാ നമ്മുടെ കക്കയിറച്ചി പൊളിയായിട്ട് വരികയാണ് കേട്ടോ. കണ്ടിട്ട് എനിക്ക് തന്നെ കൊതിയാവുന്നു. അതായത് കക്കയിറച്ചി നിങ്ങൾ പല വിധത്തിലും ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷേ ഈ കക്കയിറച്ചി ഇങ്ങനെ തന്നെ ഒരു പ്രാവശ്യം കക്കയിറച്ചി ഉണ്ടാക്കിയിട്ട് ഇതേപോലെ തന്നെ ഉണ്ടാക്കണം കേട്ടോ. അങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ കക്കയിറച്ചി ഓൾമോസ്റ്റ് എല്ലാം കൊണ്ടും ഭംഗിയായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 5 മിനിറ്റും കൂടി ഇങ്ങനെ ഇരിക്കട്ടെ, അപ്പോൾ കുറച്ചും കൂടി നന്നാവും. അപ്പോൾ നോക്കിയേ എങ്ങനെ ഇരുന്നേച്ചതാണ് നമ്മുടെ കക്കയിറച്ചി. ഇപ്പോൾ നല്ല ഡാർക്ക് കളറിൽ നല്ല കിലാന്നായിട്ടുണ്ട്. ഇത് ഇച്ചിരി നേരം കൂടി ഇരുന്നാൽ ഇനിയും ആകും, പക്ഷെ വേണ്ട, ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലെ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇത് ആരെങ്കിലും കൊണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ, ഞാൻ പല കടകളിലും പോയിട്ട് കക്കയിറച്ചി കഴിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് ഇങ്ങനെ ഫ്രൈ ആയി ഇങ്ങനെ ഒരു ബ്ലാക്ക് കളറിലൊന്നും എവിടെ എനിക്ക് കിട്ടിയിട്ടില്ല. മിക്കവാറും തേങ്ങയൊക്കെ ഇട്ട് കക്കയിറച്ചി കുറച്ചേ ഉണ്ടാവുള്ളൂ, തേങ്ങയും സവാളയൊക്കെ ആയിരിക്കും അധികം. അപ്പോൾ ഇങ്ങനെ ടേസ്റ്റി ആയിട്ട് കഴിക്കണമെങ്കിൽ നമ്മൾ തന്നെ മെനക്കെടണം. എനിക്കറിയാം നിങ്ങളൊക്കെ മെനക്കെടും എന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മുടെ കക്കയിറച്ചി നല്ല ഫ്രൈ ആയിട്ടിരിപ്പുണ്ട്. നമുക്കിവിടെ 2 പേരെ വിളിക്കാനുണ്ട് കേട്ടോ. 2 പേര് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുവാണ്. വാ, എന്താ കുഞ്ഞേ പേര്? അപൂർവ. വാ അമ്മ വാ. ഇത് പ്രശസ്ത ക്യാമറാമാൻ സന്തോഷിൻ്റെ അമ്മയാണ്. ഇതിൻ്റെ മുമ്പിൽ സന്തോഷം നിന്ന് ചിരിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. ഷൂട്ട് ഞങ്ങളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എന്തായാലും അമ്മയ്ക്ക് തന്നെ കൊടുക്കാം. ആദ്യം കക്കയിറച്ചി കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ലേ? ഓണ് കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ അമ്മയും അപൂർവയും കക്കയിറച്ചി കഴിച്ചിട്ടില്ല. നമുക്ക് ആ ഭാഗ്യം എനിക്കാണ് കിട്ടിയിരുന്നത്. എൻ്റെ കൈകൊണ്ടാണ്. അമ്മയ്ക്ക് ഇപ്പോൾ എത്ര വയസ്സായി? 62 വയസ്സ് വരെ ജീവിച്ച ഒരാൾക്ക് ഇന്നാണ് ഞാൻ എൻ്റെ കൈകൊണ്ട് കക്കയിറച്ചി കൊടുക്കാൻ പോവാണ്. അത് കൊള്ളാല്ലേ? വാ. ഞാൻ അപൂർവയ്ക്ക് കൊടുക്കാം. ഇത് തരുന്നത് എന്തിനാ? ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയണം. ഇച്ചിരി കൂട്ടി പറഞ്ഞു. ഇഷ്ടപ്പെട്ടാ? എന്നാ പറ. നന്നായിട്ടുണ്ട്. അയ്യോടാ പാവം.
മോനെ നല്ലതല്ലേ? ഏത് ക്ലാസ്സിലാണ് പഠിക്കണ കുഞ്ഞ്? 9. എൻ്റെ പെർണാച്ചനും 9. ക്ലാസ് തുടങ്ങിയോ നിങ്ങൾക്ക്? ഓക്കെ. അപ്പോൾ എല്ലാവരും കക്കയിറച്ചി കഴിച്ച് നോക്കണം, ഉണ്ടാക്കി നോക്കണം, കഴിച്ച് നോക്കണം. ഇനി ഇതേപോലെ കക്കയിറച്ചി കഴിക്കാത്ത ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ടാവും. അങ്ങനെ മാറ്റി നിർത്തേണ്ടവനല്ല നമ്മുടെ കക്ക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു ഡിഷുമായിട്ട് മഞ്ജൂസ് കിച്ചൺ ഇനിയും വരും. അതുവരേക്കും ടാറ്റാ ബൈ. ഒരു ടാറ്റ കൊടുത്തേക്കോ.